ത്രില്ലർ മത്സരത്തിന്റെ ആവേശത്തിലാണ് ആറ്റിങ്ങൽ മണ്ഡലം. അട്ടിമറി ജയം ആവർത്തിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ സകല അടവും പയറ്റുന്നുണ്ട് LDF സ്ഥാനാർത്ഥി വി ജോയ്. വോട്ട് ശതമാനം കൂട്ടുകയാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ ലക്ഷ്യം. സിറ്റിംഗ് MP-യും കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് MLA-യും മത്സരിക്കുന്ന ഗ്ലാമർ പോരാട്ടമാണ് ആറ്റിങ്ങലിലേത്. 2 തവണ LDF സ്ഥാനാർത്ഥി A സമ്പത്ത് പുഷ്പം പോലെ ജയിച്ചു കയറിയ മണ്ഡലം 2019-ൽ അടൂർ പ്രകാശ് പിടിച്ചടക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലെ വിജയം LDF-നും UDF-നും ഒരുപോലെ അഭിമാന പ്രശ്നമാണ്. 38,247 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് ലഭിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്ന് UDF കരുതുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. പാർട്ടിയിൽ പ്രബലനായ വി ജോയിയുടെ വരവോടെ LDF സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തവണ ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കുമെന്ന് LDF-ന്റെ ഉറപ്പ്. ജനങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം ഇടതുപക്ഷത്തോടൊപ്പമാണ് അവർ ചിന്തിക്കുന്നത്, ഇടതുപക്ഷത്തോടൊപ്പമാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരവസരമാണ് ഇപ്പോൾ ഉള്ളത്. ജനങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2019-ൽ 24.97 ആയിരുന്നു BJP-യുടെ വോട്ടിംഗ് ശതമാനം. വോട്ടിംഗ് ശതമാനം കൂട്ടുകയാണ് NDA-ക്ക് മുന്നിലുള്ള ലക്ഷ്യം. ഓരോ ദിവസം കഴിയുന്തോറും ജനപിന്തുണ വർദ്ധിച്ചു വരുന്നു എന്നാണ് എനിക്ക് ഈ പര്യടനത്തിലൂടെയും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെയും ബോധ്യമായിട്ടുള്ളത്. ആറ്റിങ്ങലിൽ ആർക്കാണ് മുൻതൂക്കമെന്ന് പ്രവചിക്കാൻ ഇതുവരെ ഒരു സൂചനയുമില്ല. പോരാട്ടം കടുത്തതോടെ സ്ഥാനാർത്ഥികൾ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളും വാക്പോരും തുടരുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.